ഞാൻ ഒരുപാട് കടബാധ്യതയോട് കൂടിയാണ് പോകുന്നത്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വലിയൊരു ബിസിനസ്, ഒരു വണ്ടി ഷോറൂം, ഒത്തിരി വാഹനങ്ങളെല്ലാം നഷ്ടമാകുന്നു. ഞങ്ങൾക്ക് ബാധ്യതകളായി 60 ലക്ഷം രൂപയോളം കടബാധ്യതകളുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ശുശ്രൂഷ മേഖല വിട്ടു പോകുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനു മുമ്പ് 2004 തൊട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. 2008 ആയപ്പോൾ പല അച്ഛന്മാരോട് പലരും എന്നെ വിദേശത്തേക്കൊക്കെ കൗൺസിലിങ്ങും ശുശ്രൂഷകൾക്കും ഒക്കെ ആയിട്ട് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ മക്കളെ ഇട്ട് ഞാൻ എവിടെയും വരികയില്ല, ഞാൻ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യുള്ളൂ എന്നൊരു വാശി പിടിച്ച് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ 2018 എത്തിയപ്പോൾ 2018 ഫസ്റ്റ് എത്തിയപ്പോൾ നിവൃത്തിയില്ലാതെ വന്നു. ഞാൻ യു എസ് എക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അന്ന് വെള്ളിയാഴ്ചയാണ്, ഇൻ്റർവ്യൂവിന് പോയ ദിവസവും വെള്ളിയാഴ്ചയാണ്, യു എസ് എയിലേക്ക് കടന്നു പോകുന്ന ദിവസവും വെള്ളിയാഴ്ചയാണ്. ഇൻ്റർവ്യൂവിന് യു എസ് എയിലേക്ക് കടന്നു പോകുന്ന ദിവസം അച്ഛൻ എന്നോട് പറയുകയാണ്, വൈകുന്നേരം ബാംഗ്ലൂർക്കാണ് എനിക്ക് പോകേണ്ടത്, ബാംഗ്ലൂരിനാണ് എനിക്ക് ട്രെയിൻ ഉള്ളത്. അച്ഛൻ എന്നോട് പറയുകയാണ്, എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ 4 പേരോളം തീരാനുണ്ട്, ഞാൻ മാത്രമേ ഇടവകയിൽ നിന്ന് ഇരിക്കുന്ന വ്യക്തിയുള്ളൂ, ബാക്കി എല്ലാവരും പുറത്തുനിന്നുള്ള കൗൺസിലേഴ്സാണ്. അച്ഛൻ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, 4 പേരുണ്ട്, 4 പേരെയും കൂടെ തീർത്തിട്ട് നീ അച്ഛൻ എനിക്ക് ബസ് പോകും, ഞാൻ ബസ്സിനാണ് പോകുന്നത്, അച്ഛൻ എനിക്ക് ബസ് പോകും, ഞാൻ എന്നാ ചെയ്യും, ബസ്സൊന്നും പോകുകയല്ല അച്ഛൻ, നീ അവിടെ നിന്ന് ശുശ്രൂഷിക്കും, ബാക്കിയുള്ളവരെ കണ്ടിട്ട് പോയാൽ മതി. അച്ഛൻ പറയുന്നത് അതുപോലെ ഞാൻ അനുസരിച്ചു. ഇനി ബസ് പോയാൽ വേണ്ടില്ല, കറണ്ട് പോകാം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ 4 പേരെയും കണ്ട് പോകുന്നു. വീട്ടിൽ ചെന്നൊരു തുണിയൊന്നും നമ്മുടെ ഡ്രസ്സുകളൊന്നും നല്ലതായിട്ടൊന്നും മടക്കിയിട്ടില്ല, വാരി ഇട്ടെന്ന് പറഞ്ഞവരെ പോയി. അപ്പോഴും എൻ്റെ ഒരു വേദന എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളൊരു വേദന എന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ കർത്താവിനെ ഞാൻ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എവിടെയും പോകില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് എനിക്ക് ഇങ്ങനൊരു ഇത് വന്നല്ലോ എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തെ ഇട്ട് പോയി ശുശ്രൂഷ 1-ാം സ്ഥാനം ഞാൻ കൊടുത്തു. അവിടെ കുടുംബത്തിൽ വിഷമമുണ്ട്, പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം. ഞാനിവിടുന്ന് യു എസ് എയിലേക്ക് കടന്നിരുന്നു. ദൈവമേ, എനിക്ക് കൂട്ടായ്മകളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്. ലോറൻസ് പിതാവ് ഞാൻ പാസ്റ്റർ സെന്ററിൽ കൗൺസിലിംഗ് കൊടുക്കാനും ശുശ്രൂഷയ്ക്കുമായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ബെത്തങ്ങാടിയിൽ. അപ്പോൾ ലോറൻസ് പിതാവിനെ കാണാൻ ഇട വന്നപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി സങ്കടത്തോടെ കരഞ്ഞു. ലോറൻസ് പിതാവ് അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഒത്തിരി സങ്കടത്തോടെ അച്ഛനെ മുന്നിൽ കരഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പിതാവ് എന്നോട് പറയുകയാണ്, ആൻഡ്രൂസ് അച്ഛനാണോ നിന്നെ പ്രാർത്ഥിച്ചൊരുക്കി വിട്ടത്, എങ്കിൽ നിനക്ക് ഒരു കുറവും വരില്ല, നീ ഇപ്പം നിന്നെ കൂട്ടായ്മയല്ലേ നീ ആഗ്രഹിക്കുന്നത്, അത് നിനക്ക് ദൈവം തരും. നിന്റെ ബാധ്യതകളും പ്രശ്നങ്ങളും അത് രണ്ടാമത് ദൈവം വേണ്ടി തന്നോളൂ, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പിതാവ് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിച്ചു. അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ 100 വട്ടം ആ സമയം തന്നെ ഞാൻ ഏറ്റേറ്റ് പറഞ്ഞു. കുറച്ചു നേരം ഞാൻ പിതാവിൻ്റെ മുന്നിൽ മിണ്ടാതെ നിന്നു. പിതാവ് എൻ്റെ കയ്യിൽ ഒരു ജപമാല തന്നു. എന്നിട്ട് നീ പ്രാർത്ഥിക്കുമോളെ എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ആദ്യം കിട്ടിയത് എനിക്ക് ശുശ്രൂഷയാണ്. യു എസ് എയിൽ എനിക്ക് ശുശ്രൂഷയാണ്. ആ സമയത്ത് വട്ടായച്ചൻ കടന്നു വന്നപ്പോൾ വേഗം തന്നെ വികാരി അച്ഛന്, ഞാൻ പോകുന്ന പള്ളിയിലെ വികാരി അച്ഛന്, ഞാൻ അവിടെ ഇടവകയൊന്നും ചേർന്നിട്ടില്ല, പക്ഷെ ഞാൻ എന്നും പള്ളിയിൽ പോകും. അച്ഛൻ എന്നോട് പറഞ്ഞു, വട്ടായച്ചൻ കടന്നു വന്നിട്ടുണ്ട്, ഷേർലി നിനക്ക് വട്ടായച്ചനെ സഹായിക്കാൻ ഇരിക്കാൻ പറ്റൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ ബാധ്യതകൾ, എനിക്ക് ജോലി ആ സമയത്ത് ആയി വരുന്നുണ്ട്, പക്ഷേ എൻ്റെ ബാധ്യതകളെല്ലാം ഞാൻ മറന്ന് ഞാൻ പറഞ്ഞു ശുശ്രൂഷ ചെയ്തോളാവുന്നു. 1-ാം സ്ഥാനം ശുശ്രൂഷയ്ക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ശുശ്രൂഷയും ജോലിയും ഒക്കെ ആയി 6 വർഷത്തോളം ഞാൻ യു എസ് എയിൽ നിന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 50 സ്റ്റേറ്റുകളിലും കൂട്ടായ്മയും അതുപോലെ തന്നെ ഒത്തിരി മക്കളെ കാണുവാനും കേൾക്കുവാനും വിഷമങ്ങൾ അറിയുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിനേക്കാൾ അപ്പുറം എനിക്ക് ബാധ്യതകളെല്ലാം വേണ്ടി എൻ്റെ സാഹചര്യങ്ങൾ നമ്മൾക്കൊരു ബാധ്യത വരുമ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോഴും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ദൈവം അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. എവിടെയെങ്കിലും പ്രതിസന്ധി ഉണ്ടോ, എവിടെയെങ്കിലും നമ്മൾ തളർന്നു പോകുന്നുണ്ടോ, നമ്മളെ ഭവനത്തിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ, അവിടെ ദൈവം ഇടപെട്ടിട്ടുണ്ട്, നമ്മുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന് അന്നേരം നമ്മളെ ചിന്തിച്ചോളുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കരങ്ങളിൽ പിടിക്കുന്നുണ്ട്, വിശുദ്ധർ നമ്മളോട് ചേർന്നിരിക്കുന്നു, അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. എൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വചനം പ്രഘോഷിക്കുന്നതല്ല, എൻ്റെ സാക്ഷ്യമാണ് എനിക്കിന്നിവിടെ പറയാനുള്ളത്. അങ്ങനെ ഞാൻ വാഹനങ്ങളെല്ലാം ഷോറൂമെല്ലാം ഒഴിവാക്കി കാര്യങ്ങളെല്ലാം ജോലി ചെയ്യും, ശുശ്രൂഷ ചെയ്യും. അങ്ങനെ എനിക്ക് ജോലിക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ ജോലി എൻ്റെ പോകും.
ജോലി എൻ്റെ പോകും. എന്നാന്ന് വെച്ചാൽ ഒരു ജോലിക്ക് ഒരാൾ കയറ്റിയാൽ ഒരു മാസത്തെങ്കിലും നിൽക്കണ്ടേ. ചിലപ്പോൾ അച്ഛമ്മ വലിയച്ഛൻ അങ്ങനെ പല അച്ഛന്മാരെ USA വരുമ്പോൾ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. ഈ ശുശ്രൂഷ കൂടുതൽ കിട്ടാൻ തുടങ്ങി, ജോലി പോകാനും തുടങ്ങി. ഒരു രക്ഷയില്ല. വീട്ടിലെ കാര്യങ്ങൾക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കും ഒക്കെ നമ്മൾ പോയിട്ട് വേണം. മോളെ നേരം പഠിക്കുന്ന സമയമാണ്, കാര്യങ്ങൾ വേണം. എനിക്ക് അതൊന്നും എന്നെ ഓർപ്പിക്കുന്നില്ല. ശുശ്രൂഷ പറയുന്ന സമയത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും, ജോലി ഒഴിവാക്കും. ജോലി പോയാൽ പോട്ടെ, പിന്നെ വന്ന് റൂമിലിരിക്കും, പ്രാർത്ഥിക്കും, കുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കും. എവിടെയെങ്കിലും ഒരു ജോലി ഒരുങ്ങി വരുന്ന ഒരു 10-20 ദിവസം ജോലി നോക്കുമ്പോഴത്തേനും ആരെങ്കിലും അച്ഛന്മാർ വരും, ഞാൻ ആ വഴി പോകും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഒരു മകൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചീനെ എവിടെ വെച്ചാൽ ഞാൻ കാണേണ്ടത്, എനിക്കത് കാണണമെന്ന് ഇനിയും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വിഷമിക്കേണ്ട മോളെ, ഇനി 10-20 ദിവസത്തെ ജോലി ഇല്ല, നിനക്ക് വന്നാൽ ഞാൻ റൂമിലുണ്ട്, എന്നെ കാണാമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ആ മകൾ പുള്ളിക്കാരത്തി അവിടെ നേഴ്സാണ്, മസാജിങ് സെന്റർ നടത്തുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കൊരു ജോലി ഒരുക്കി തന്നു. പുള്ളിക്കാരത്തിയുടെ മസാജിങ് സെന്ററിൽ പുള്ളിക്കാരത്തി പറഞ്ഞു, ചേച്ചിക്ക് ശുശ്രൂഷയ്ക്ക് പോകേണ്ട സമയത്ത് ശുശ്രൂഷയ്ക്ക് പോകാം, ബാക്കി സമയത്ത് സ്ഥിര ജോലി എൻ്റെ സെന്ററിലുണ്ടെന്ന്. ദൈവം അനുഗ്രഹിച്ച വഴികൾ ഞാൻ പിന്നെ ഒരു 6 വർഷത്തോളം ആ ജോലി തന്നെ ചെയ്ത് ഒരമ്മച്ചിയുടെ കൂടെ താമസിച്ച് ആ അമ്മച്ചിയെ ശുശ്രൂഷിച്ച് ഏറെ സന്തോഷത്തോടെയാണ് എൻ്റെ എല്ലാ ബാധ്യതകളും തീർന്ന് എൻ്റെ മോളെ വിദേശത്തേക്ക് കടത്തി വിട്ടു. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അച്ഛൻ വന്ന് ഇപ്പോഴിവിടെ നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടെ അച്ഛനോട് അടുത്ത് ചേർന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വരുമ്പോൾ എനിക്ക് അച്ഛനെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഒരു വൈകുന്നേരത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിതപങ്കാളി കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്നപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഭവമാണ്. നിങ്ങൾക്കും ഈ അനുഭവമെല്ലാം നമുക്ക് എവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ വന്ന് ചിലപ്പോൾ വിവാഹ തടസ്സമുള്ളവരായിരിക്കാം, ചിലപ്പോൾ രോഗികളായിരിക്കാം, ചിലപ്പോൾ കടബാധിതരായിരിക്കാം, ചിലപ്പോൾ മക്കളുടെ വിവാഹം നടക്കാതെ അല്ലെങ്കിൽ മക്കളുടെ മദ്യപാനം, ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് അച്ഛനും കൂടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് വ്യക്തികൾ ഇവിടെ കടന്നു വരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അങ്ങനെ വരുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം നമുക്ക് ദൈവാനുഗ്രഹം പെട്ടെന്ന് തന്നെ നമുക്കൊരു മാറ്റപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് തരികയാണ്. എനിക്ക് ആ ബാധ്യതകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കും. എനിക്ക് ആ ബാധ്യതകൾ തന്നില്ലായിരുന്നു. അത് കടബാധ്യത വരേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ ആരും പാഴ്ചെലവ് ചെയ്യുന്ന ആൾക്കാരല്ല. ഒരു കാര്യവും ഒരു തെറ്റായ ഒരു സാമ്പത്തികം എടുത്ത് ഉപയോഗിക്കുന്ന കുടുംബമല്ല, സത്യസന്ധതയോടെ ജീവിക്കുന്ന കുടുംബമാണ്. പക്ഷേ എനിക്ക് ആ ബാധ്യത തന്നില്ലെങ്കിൽ ഞാൻ USA എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയില്ല. എത്ര ഇനി വിസ എൻ്റെ കൈ കൊണ്ടു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ടാന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു സന്തോഷം വേണ്ട എന്ന് ഞാൻ വരും. പക്ഷെ ബാധ്യതകൾ തന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആ രാജ്യത്ത് കൊണ്ടുപോവുകയും ഒത്തിരി ശുശ്രൂഷ മേഖലകളിലേക്ക് എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി നമുക്ക് അല്പം വചനത്തിലേക്ക് അല്പം ഒരു 5 മിനിറ്റോളം നമുക്ക് പറഞ്ഞത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, നിയമഗ്രന്ഥം നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കുക, ധ്യാനിക്കുക, പാലിക്കുക. അതനുസരിച്ച് എപ്പോഴും അതരത്തിൽ അതുണ്ടായിരുന്നു, അതനുസരിച്ച് പാലിച്ച് ജീവിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. സത്യസന്ധതയോടുള്ള നമ്മുടെ ജീവിതത്തിൽ വചനാടിസ്ഥാന ജീവിതം